ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാനാകില്ല എന്ന്. മോഹൻലാൽ ആ പറഞ്ഞത് വെറും ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗ് മാത്രമല്ല, അത് അഭിനയത്തിന്റെ 48 വർഷങ്ങൾ താണ്ടിയ അഭിനയ പ്രതിഭയെ കൂടി ചേർത്ത് വെക്കുന്ന ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ന് അദ്ദേഹത്തിനെ തേടിയെത്തിയിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന മലയാളിയായി ഇതോടെ മോഹൻലാൽ മാറി. മോഹൻലാൽ എന്നാൽ ഇന്ത്യൻ സിനിമയ്ക്ക് എന്താണെന്ന് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പലർക്കും മനസ്സിലായിട്ടുണ്ടാകണം. ഇന്ത്യൻ സിനിമ ഒന്നാകെ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. മലയാള സിനിമയ്ക്ക് 100 വയസ്സ് തികയാനിരിക്കെ അതിന്റെ പകുതി കാലവും മോഹൻലാലിന് അവകാശപ്പെട്ടതാണെന്ന സംവിധായകൻ കമലിന്റെ വാക്കുകൾ എത്രയോ സത്യമാണ്. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആരൊക്കെ വന്നുപോയാലും എന്നും മോഹൻലാലും അദ്ദേഹത്തിന്റെ സിനിമകളും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. മോഹൻലാലിന് ലഭിക്കുന്ന ഓരോ അംഗീകാരവും ഓരോ മലയാളികളും സ്വന്തം വിജയം എന്ന പോലെ കൂടെ കൂട്ടുന്നു. പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറഞ്ഞ വാക്കുകൾ വൈറലാകുകയാണ്. എനിക്ക് ദാദാ സാഹിബ് ഫാൽക്കെയെ കുറിച്ച് കാര്യമായി അറിയില്ല. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമ എടുക്കുന്നതെന്നറിയാം. പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടില്ല. ആ സിനിമ കണ്ട ആരെയും എനിക്ക് കണ്ടുമുട്ടാനായിട്ടുമില്ല. പക്ഷെ മോഹൻലാലിനെ ഞാൻ കണ്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെയ്ക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നായിരുന്നു രാം ഗോപാൽ വർമ്മ പ്രതികരിച്ചത്. ഒരു ഫാൻ ബോയുടെ സ്വരം കൂടി അതിൽ കലർന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ്. 2025 ഒരുപക്ഷെ മോഹൻലാലിനും ഓരോ മോഹൻലാൽ ആരാധകർക്കും പ്രിയപ്പെട്ട വർഷമാകുകയാണ്. തുടർച്ചയായുള്ള ചില പരാജയങ്ങളെ മുൻനിർത്തി മോഹൻലാൽ അവസാനിച്ചു എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിലേക്ക് നെഞ്ചം വിരിച്ച് അദ്ദേഹം നിന്ന വർഷം കൂടിയാണിത്. അക്ഷരാർത്ഥത്തിൽ വിമർശകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന കാഴ്ച. തിളങ്ങാതിരുന്നപ്പോഴൊന്നും ആരാധകർ അദ്ദേഹത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പൂർവാധികം ശക്തിയോടെ വീണ്ടും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. മലയാളത്തിലെ ഏതൊരു നടനെ സംബന്ധിച്ചും ഒരു പരാജയത്തിന് ശേഷം അടുത്ത സിനിമ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ തിരക്ക് കുറയുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ മോഹൻലാൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം പ്രതീക്ഷ നഷ്ടപ്പെടാതെ തിയേറ്ററിലേക്ക് തിക്കി കയറുന്ന ആരാധക കൂട്ടം അദ്ദേഹത്തിന്റെ മാത്രം സമ്പാദ്യമാണ്. ഈ വർഷം 3 ഹാട്രിക് ഹിറ്റുകളും ഇപ്പോൾ ഈ പുരസ്കാരവും കൂടിയാകുമ്പോൾ അത് ഇനിയും വരാനിരിക്കുന്ന എത്രയോ നേട്ടങ്ങളുടെ ഒരു കൊച്ചു ശേഖരം മാത്രമാണെന്ന് തോന്നിപ്പോകും. 48 വർഷം എൻ്റെ കൂടെ നടന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. അവരോടുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ കൂടെ സഞ്ചരിച്ച ആളുകളോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട് ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു എന്നാണ് അവാർഡിന് പിന്നാലെ മോഹൻലാൽ പ്രതികരിച്ചത്. തന്നെ താനാക്കിയ മലയാള സിനിമയ്ക്കല്ലാതെ മറ്റാർക്കാണ് അയാൾ ഈ പുരസ്കാരം നൽകുക? അല്ലെങ്കിലും മോഹൻലാലിനൊരു അംഗീകാരം ലഭിക്കുമ്പോൾ അത് മലയാളികളുടെ കൂടെ വിജയമല്ലേ? അവിടെ ഫാൻ ഫൈറ്റുകൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? എല്ലാവരും മോഹൻലാൽ ഫാൻസ് അല്ലേ? 48 വർഷത്തെ കരിയറിൽ എത്രയോ ഉയർച്ച താഴ്ചകൾ, എത്രയോ അംഗീകാരങ്ങൾ, എത്രയോ അതിഗംഭീര കഥാപാത്രങ്ങൾ. ഓരോ വേളയിലും മലയാളിക്ക് മോഹൻലാൽ കൂടുതൽ പ്രിയപ്പെട്ടവനായി മാറുകയാണ്. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഗുഡ് മോർണിംഗ് മിസ് പ്രഭ നരേന്ദ്രൻ എന്ന ഡയലോഗുമായി അയാൾ സ്ക്രീനിൽ എത്തിയപ്പോൾ മുതൽ ഇങ്ങോട്ട് മോഹൻലാലും മലയാളികളും ഒരേ തോണിയിൽ ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത്. അതിനിയും തുടരുമെന്ന് ഉറപ്പാണ്.